Good morning, sir. Good morning, Yes, sir. Tara, good morning. Achu, good morning. Good morning, sir. Okay, Vidya, good morning. Aisha, good morning. Good morning, Good morning, sir. Josmi, Good Naina, morning, sir. good morning. Josmi, good morning. Good morning, sir. Sahilate, Sheena, Tommy, good morning. Yes. Who is doing prayer? സാർ ആരുമില്ലെങ്കിൽ ഞാൻ ചൊല്ലാം. Yes. അതാണ് വേണ്ടത്. Sir. Yes, പറഞ്ഞോളൂ. സാർ ഒരു മിനിറ്റ്. സാർ ഒറ്റ മിനിറ്റ്. Yes. ഒന്നോ രണ്ടോ ഞങ്ങൾ വെയിറ്റ് ചെയ്യാതെ അല്ലേ രവി? Yes. We will wait. ഓക്കെ സാർ, പ്രയർ. Oh my Okay. God. Okay. Oh my God, I give to you all that I think or say or do, all my work and all my happy study. I will give to you today. Amen. Very good, very good, very good. That thought of the day. Yeah. Okay, Emily, you continue. The things that scare you only make you better and strong. Guru Padre? The things that scare you only make you better and stronger. Okay, okay. Very good, very good, very good. Then signing on. സാറാ, അതും ആരുമില്ലെങ്കിൽ ഞാൻ പറയാം. Yes, അതാണ് അച്ചു. Very good. Good morning, everyone. I would like to express a warm welcome to all our respected teachers and all my dear friends. This is wonderful opportunity to learn and grow together. Let's make this day a great one. Let us make this day a great one. Alle? Yes. Very good, very good, very good, very good. You're a fan of either. Yes. Thank you, sir. Okay. സാർ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ ജോസ്മി. ജോസ്മി അല്ല അച്ചു. സാർ, എന്തോ IUV ഇല്ലേ? അതിലായി സർവനാമമായിട്ട് വരുന്നതല്ലേ? അതല്ലേ മറ്റേ ഹാവെന്ന് പറയുന്നത്? ഐ ചേർക്കുമ്പോഴാണ് ഹാവ് വരുന്നത്. ഐയുടെ കൂടെ ഹാവ് എന്താ ചോദിക്കാൻ കാരണം? സർവനാമം ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. അല്ല, അതൊരു ഞാൻ സാറിന് പഠിക്കാൻ നേരം ഈ ഡൗട്ട് വന്നതാ. ഈ പ്രോനൗൺ എന്ന് പറയുന്നതിന് പകരം പറയുന്ന പേരാണ് സർവനാമം. മലയാളത്തിൽ ആദ്യം നമ്മളൊരു പ്രാവശ്യം പറയുന്ന രാഘവൻ വന്നു, രാഘവൻ പോയി, രാഘവൻ ചായ കുടിച്ചു, രാഘവൻ പല പ്രാവശ്യം രാഘവൻ വരുമ്പോ ഒരു ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ആദ്യം രാഘവൻ പറയാം, രാഘവൻ വന്നു. പിന്നെ നമുക്ക് പറയാം അദ്ദേഹം ചായ കുടിച്ചു. പിന്നെ അദ്ദേഹം എന്ന് പറയുന്നത് ആ രാഘവൻ എന്നുള്ള പകരം പിന്നെ ഉപയോഗിക്കുന്നതാണ് ഒരു വേർഡാണ് ഹി. അദ്ദേഹം, അവൻ എന്ന് പറഞ്ഞാലും അദ്ദേഹം എന്ന് പറയുന്നത് ഹി തന്നെയാണ്. അതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അത് തന്നെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്റെ പേര് വെച്ച് ഞാൻ പറഞ്ഞില്ല, പിന്നെ ജോബ് എന്ന് പറയണ്ട, പിന്നെ എന്താ പറയുക, ഐ ഞാൻ എന്ന് പറയും. ഓക്കെ, നൗണിന് പകരം ഇതാണ്. അപ്പൊ ഒരു ഡൗട്ട് കൂടെ. അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് നൗണല്ലേ? ഒരു കൂട്ടത്തിലെ ഒറ്റ യൂണിറ്റ് ആയിട്ടല്ലേ നമ്മുടെ ഓഡിയൻസിനെ ഗവൺമെന്റ്? അല്ല, ഈ ഓഡിയൻസിന് കുഴപ്പമുണ്ട്. ഓഡിയൻസിന് സെന്റൻസ് കൂടി നോക്കണം. അത് ഒരു കൂട്ടമായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് ഓഡിയൻസ് സിംഗുലർ ആണ്. നേരെ മറിച്ച് ആ ഓഡിയൻസ് ഫ്രണ്ട് ഡോറിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു പറയുമ്പോ
1 by 1 ആണ് പോണേ, അത് കൂടെ ഒരുമിച്ച് പോണില്ലല്ലോ. അപ്പൊ അവിടെ പ്ലൂറലായിട്ട് കണക്കാക്കാം. Okay, sir. യെസ്. Thank you. ഓക്കെ. വെരി ഗുഡ്. യെസ്. അപ്പോ നമ്മള് ഏതാണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്ന് ഞാൻ വേറൊരു പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് പ്രവേശിക്കാം. ധൈര്യമുള്ളത് ആരാണ്? യെസ്, താരനെ തന്നെ വിളിക്കാം അല്ലേ? താരാഗിരി. യെസ്. വേറെ എത്ര പേരുണ്ട് താര? താര എന്നെ വിളിച്ചു അല്ലേ? ഇങ്ങനൊന്നുമില്ല, സിമ്പിളായ കാര്യം. യെസ്, താരയുടെ കുട്ടിക്ക് SSLCക്ക് ഫുൾ A+ കിട്ടിയെന്ന് വിചാരിച്ചു. ഫുൾ A+, അല്ലെങ്കിൽ മകന് ഫുൾ A+ കിട്ടി. അത് കിട്ടുമെന്ന് ഒരിക്കലും താര പ്രതീക്ഷിച്ചതല്ല. കാരണം താരക്കറിയാം കൊച്ചിന്റെ സ്റ്റാൻഡേർഡ് എന്തുകൊണ്ട് ജയിക്കും. പക്ഷെ ഫുൾ A+ കിട്ടി കഴിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഓടുകയും ചാടുകയും. അപ്പോ എല്ലാവരും അങ്ങനെ വിചാരിക്കുക, നിങ്ങളുടെ കുട്ടിക്ക് SSLCക്ക് അടുത്ത ആഴ്ച പരീക്ഷ തുടങ്ങിയാലും നിങ്ങളുടെ കുട്ടിക്ക് SSLCക്ക് ഫുൾ A+ കിട്ടി. ആ ഫുൾ A+ കിട്ടിയ സന്തോഷത്തില് നിങ്ങൾ ഒരു പാർട്ടി അറേഞ്ച് ചെയ്യും. കണ്ടക്ടിങ് എ പാർട്ടി, ഒരു പാർട്ടി അറേഞ്ച് ചെയ്യും, ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് അത് എവിടെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം, വീട്ടില്, ഓഡിറ്റോറിയത്തിൽ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ബാക്കിയൊക്കെ നിങ്ങളുടെ ഭാവനയാണ്. ഞാൻ അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാണ് പറയുന്നത്, ബാക്കി നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ ചേർത്തും. അപ്പൊ ഒരു ഇത് അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ നിങ്ങൾ ക്ഷണിക്കുന്നത് ബൈ ലെറ്ററാണ്, എഴുത്ത് എഴുതിയാണ് ക്ഷണിക്കുന്നത്. യെസ്, അങ്ങനെ എഴുത്തെഴുതി ക്ഷണിക്കും. ഇപ്പൊ താര ക്ഷണിക്കുന്നത് രേവതിയെന്ന് വിചാരിച്ചു. അപ്പൊ രേവതിയോട് പറയാം, മൈ ഡിയർ രേവതി, എന്നൊരു കാര്യം പറയാം, എന്റെ മകന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കുന്ന ഭാവന കണ്ടന്റ്. ഞാൻ ആരൊക്കെ ഭാവന വിടരുമെന്ന് നോക്കട്ടെ ടീച്ചർമാരുടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ആ വശത്തേക്ക് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, ബാക്കിയൊക്കെ നിങ്ങളുടെ ഭാവനയാണ്. അതിനകത്ത് എന്ത് ചേർക്കണമെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയാൽ അത് ഇന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ അപ്പൊ നിങ്ങൾ അങ്ങനെ പോവാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വേറെ എന്തൊരു ഫംഗ്ഷൻ വേണോ അതിന്റെ കൂടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. യെസ്. അപ്പൊ ആ പരിപാടിക്ക് രേവതിയെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തുണ്ട്. അപ്പൊ കത്തിന്റെ ഫസ്റ്റ് വരി നമുക്ക് വേണമെങ്കിൽ പറയാം, മൈ ഡിയർ രേവതി, എന്റെ പ്രിയപ്പെട്ട രേവതിക്ക്. യെസ്, ഈ രേവതി വേണമെങ്കിൽ പണ്ട് കൂടെ പഠിച്ചതാവാം, ക്ലോസ് ഫ്രണ്ടാവാം, കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടാവാം. യെസ്, അങ്ങനെ എടുത്തോ, ഇവിടെ ഇരിക്കുന്ന മാത്രം കൂട്ടുണ്ട്, അല്ലാതെ. യെസ്, അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു കത്ത് എഴുതണം. ഫസ്റ്റ് വരിയപ്പോൾ എഴുതാം ഐഡിയ രേവതി, എന്നിട്ട് അടിയിൽ എഴുതാം ദിസ് ഇസ് ടു ഇൻഫോം യു. അവിടെ വിളിയും നിങ്ങൾ പറഞ്ഞാൽ മതി. മൈ ഡിയർ രേവതി കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ മൈ ഡിയർ ആദിത്യ കഴിഞ്ഞതിന് ശേഷം, മൈ ഡിയർ സെയ്ത് കഴിഞ്ഞതിന് ശേഷം, ദിസ് ഇസ് ടു ഇൻഫോം യു ദാറ്റ് മൈ സൺ അല്ലെങ്കിൽ ഡോട്ടർ ഗോട്ട് ഫുൾ A+ ഇൻ SSLC. പിന്നെ അതിന്റെ കണക്ഷനായിട്ട് ഇത്രാം തീയതി ഞാനൊരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, അതൊക്കെ ഇംഗ്ലീഷിലൊക്കെ ആയാൽ മതി എന്ന് മാത്രമേ. നല്ല ഭാവനാസമ്പന്നമായിട്ട് എഴുതുക. നമുക്കിത് നേരത്തെ പ്രിപ്പറേഷൻ മതി. ഇപ്പൊ ഇവിടെ വെച്ച് നമ്മൾ ആ പോയിന്റുകൾ മാത്രമേ കുറിച്ച് വെച്ചാണ് എങ്ങനെ ചെയ്യുമെന്നുള്ളതിന്റെ മെയിൻ പോയിന്റ് ഇല്ലേ, അത് മാത്രമേ കുറിച്ച് വെച്ചിട്ട് നമ്മളൊരു ലെറ്റർ എഴുതും. യെസ്, മൈ ഡിയർ Vidya, this is to inform you that my daughter got a full A+ in SSLC examination. I am very happy. My husband is very happy. My father is also very happy. So, in connection with that, we have arranged a party. അതൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടെങ്കിലും എഴുതാം. ഭാവിയെ കുറിച്ചുള്ള ആ കുട്ടിയെ കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഷെയർ ചെയ്യാം. അതൊക്കെ എന്ത് വേണമെങ്കിലും ആവട്ടെ, അതൊക്കെ നിങ്ങളുടെ ഭാവനക്ക് വിട്ടു തരുന്നുണ്ട്. ഇതാണ് മാറ്റർ. ഈ മാറ്റർ വന്ന സൈസ് കാര്യങ്ങളൊന്ന് ഡ്രാഫ്റ്റ് ചെയ്യും. യെസ്, അതാണ് ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക്. അത് കഴിഞ്ഞ് നമുക്ക് വിഷയത്തിലോട്ട് വരാം. യെസ്, അപ്പൊ താര കഴിഞ്ഞാൽ ഞാൻ അനുവിലോട്ട് വരട്ടെ. അനു യു ഗെറ്റ് റെഡി. ഇംഗ്ലീഷിൽ പറയാനുള്ള ഒരു ഇതില്ല, ധൈര്യമില്ല. ബാക്കിയെ സഹായിക്കില്ലേ താര?
ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനുള്ളതല്ലേ, ഞാൻ സപ്പോർട്ട് ചെയ്യില്ലേ. നിങ്ങൾ ആരെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറുണ്ട്. നിങ്ങളെ ഉത്തരം പറയാനായിട്ട് ബുദ്ധിമുട്ടുന്നു തോന്നുമ്പോൾ ഞാൻ കയറി ഇടപെടാറില്ലേ, ഓക്കെ എന്നും പറഞ്ഞിട്ട്. പിന്നെന്താ പേടിക്കുന്നത്? എന്നാലും ഒരുപാട് പറയണമെന്നുണ്ടല്ലോ, പക്ഷെ അതെല്ലാം ഇംഗ്ലീഷില്. നമുക്ക് സിമ്പിളാക്കി തരാം. ഡോണ്ട് വറി. യെസ്, ആദ്യം പറ. എന്റെ മകനാ മകളാ? മകള്. അപ്പൊ എന്റെ മകൾക്ക് ഫുൾ A+ കിട്ടി. അത് പറഞ്ഞു. My daughter is SSLC full A+. ഫുൾ A+. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ താരക്ക് സങ്കടം വന്ന, അതിന് സന്തോഷം വന്ന? ഹാപ്പി. I am very happy. I am very happy. ഇനി താരയുടെ ഭർത്താവിന് എന്താണ് സങ്കടോടെ? Husband is very happy and family full happy. ഫാമിലി ഫുൾ ഹാപ്പി. അപ്പോ ഈ ഹസ്ബൻഡ് ഹാപ്പി ആയപ്പോ ഹസ്ബൻഡ് ഒരു കാര്യം ചെയ്തു, അവന് മകൾക്കൊരു സമ്മാനം കൊടുത്തു. അതുകൊണ്ട് പറഞ്ഞു നോക്കി, അത് നമുക്ക് കയ്യിൽ നിന്ന് ചേർക്കണ്ട. അവർ ഡിസൈഡഡ് എ ഗിഫ്റ്റ് ആൻഡ് ഫംഗ്ഷൻ അറേഞ്ച്. അല്ല, ഓക്കെ, അതൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ കിട്ടിയപ്പോ തന്നെ, അറിഞ്ഞപ്പോ തന്നെ അന്ന് വൈകുന്നേരം കൊടുത്തു, ഒരു ഗിഫ്റ്റ് കൊടുത്തു. ഓക്കെ, അത് പറയാം. My husband gift for my daughter. ഗിഫ്റ്റ്. ഈ ഗിഫ്റ്റ് എന്താണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായിരിക്കണം ഗിഫ്റ്റ്? ഗിഫ്റ്റ് വാസ്തുവായിട്ട് എന്താണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു? ഗോൾഡൻ റിംഗ്. ഓ യെസ്, അപ്പൊ നമുക്ക് ശരിയായില്ലേ? സോ മൈ ഹസ്ബൻഡ് വാസ് വെരി ഹാപ്പി. സോ ഹി ഗേവ് എ ഗിഫ്റ്റ് ടു മൈ ഡോട്ടർ. ഇറ്റ് വാസ് എ ഗോൾഡൻ റിംഗ്. യെസ്. ഇനി നമുക്ക് പറയണം, നമ്മള് ഒരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ അറേഞ്ച്ഡ് ഇൻ മൈ ഹൗസ്. വീട്ടിലാണ് പരിപാടി അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇൻ മൈ ഹൗസ്. ഓക്കെ. എത്ര തീയതിയാണ് വെച്ചേക്കണത്? എത്ര മണിക്കാണ് ഫംഗ്ഷൻ? അതല്ലെങ്കിൽ രാവിലെ തുടങ്ങി അതിന് രേവതി അവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എപ്പോഴാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സമയത്ത് രേവതി വരുള്ളൂ. April 26th at 7 PM. At 7 PM. രേവതി നേരത്തെ വരേണ്ട ആവശ്യമില്ല. 7 PM പരിപാടി. അപ്പൊ ഒരു 6 ഒപ്പിച്ച് വന്നാൽ മതി കേട്ടോ. യെസ്, 7 PM. പിന്നെ ഫാമിലി വെൽക്കം ചെയ്യുന്നു. ഓക്കെ. പിന്നെ രേവതി ഒരു സുഹൃത്തല്ലേ, അപ്പൊ രേവതിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടാവില്ലേ? നിനക്ക് സുഖമാണോ എന്ന്. ഓക്കെ. നിനക്ക് നിന്റെ ഫാമിലി സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അത് കൂടാണ്ട് നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. അത് കൂടാണ്ട് രേവതിയോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവില്ലേ? രേവതിയുടെ കുട്ടിയും ചിലപ്പോൾ SSLC പഠിക്കുന്നെങ്കിലോ, അല്ലെങ്കിൽ എന്തായി അവിടെയുള്ള നിന്റെ അമ്മായിയും ഇപ്പൊ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് എങ്ങനെയുണ്ട് ഇപ്പോഴും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കയ്യിൽ ചേർത്തോ. മലയാളം ആണെങ്കിൽ നമുക്ക് വിഷയമില്ല, എന്തെങ്കിലുമൊക്കെ ചോദിക്കാമല്ലോ. ഈ ഇംഗ്ലീഷിലോട്ടാകുമ്പോൾ നമുക്ക് നോക്കാന്നേ. ഡോണ്ട് വറി. യെസ്, നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ നമുക്കിത് വേണ്ടേ? നമ്മളത് പറ്റൂല, അത് ചോദിച്ച് വിഷമിച്ചിരിക്കണ്ട, സപ്പോർട്ട് ചെയ്യല്ലേ. ഓക്കെ. അപ്പൊ രേവതി, നിനക്ക് സുഖമാണോ? ഹോപ്പ് യു ആർ ഫൈൻ. ഫൈൻ, സുഖം എന്നാണ്. നിനക്ക് അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അപ്പൊ ഇതിന് താര രേവതിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ കണ്ടത്. അവിടെ ഒരു വയസ്സായ ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ചോദിക്കാനുള്ള ചോദ്യം വേണം. വാട്ട് അബൌട്ട് അവർ ഗ്രാൻഡ് ഫാദർ? നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്ത് പറയും? അങ്ങനെ വാട്ട് അബൌട്ട് അവർ ഗ്രാൻഡ് ഫാദർ ചോദിച്ചേ. വാട്ട് അബൌട്ട് യുവർ ഗ്രാൻഡ് ഫാദർ ആൻഡ് യുവർ ഫാമിലി. കയ്യിലിരിപ്പുണ്ടല്ലോ, കറക്റ്റ് ആണല്ലോ. ആൻഡ് യുവർ ഫാമിലി മെമ്പേഴ്സ്. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, അത് കറക്റ്റാണ്. പിന്നെ എന്ത് ചോദിക്കാൻ പറ്റുന്നു? കുഴപ്പമില്ല. താര, ഞാൻ പറഞ്ഞില്ലേ, താരക്ക് ഞാൻ അഭിനന്ദനം തന്നെയാണ്. കാരണം താരക്ക് അധിക നേരം ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ബിക്കോസ് താര ഈസ് ദ ഫസ്റ്റ് ടു ടോക്ക്. താരയാണ് ആദ്യം സംസാരിച്ചത്. അപ്പൊ അധിക നേരം ആലോചിക്കാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഉള്ള ആലോചന വെച്ചിട്ട് താര ഇത്രയെങ്കിലും പറഞ്ഞു റെഡിയാക്കി. അപ്പൊ ഇപ്പൊ ഒരു ചെറിയൊരു കോൺഫിഡൻസ് തോന്നുന്നില്ല താര?
പറ്റും. ശ്രമിച്ചാൽ നടക്കും. ഒന്ന് ശ്രമിച്ചാൽ നടക്കുമെന്നൊരു തോന്നൽ വന്നില്ലേ? Yes. അത് മതി. യെസ്, അത് മതി. യെസ്, ഓക്കെ. എനിക്ക് അത്രയും മതി. യെസ്, ഓക്കെ. വെരി ഗുഡ്. Thank you. അപ്പൊ താര യു ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. ഓക്കെ. Thank you, sir. ഇനി കഴിഞ്ഞ താര അവിടെ ഇരുന്നുകൊണ്ട് സമാധാനമായിട്ട് ആലോചിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോ ഇങ്ങോട്ട് പറയണം, സാറേ ഞാൻ ഒന്നും കൂടി തകർക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഗിവൺ വൺ മോർ ചാൻസ്. എന്തുകൊണ്ടാണ്? താര ഫസ്റ്റ് വന്നതുകൊണ്ടാണ് ഞാൻ ചാൻസ് തരാന്ന് പറഞ്ഞു. അപ്പൊ അനു കഴിഞ്ഞു കഴിഞ്ഞാൽ അലീമിലോട്ട് വരട്ടെ. അലീമ, യു ഗെറ്റ് റെഡി. അനു സർ, ഞാൻ ക്ലാസ്സിൽ ഇപ്പൊ ജോയിൻ ചെയ്തതേ ഉള്ളൂ. സർ, ഒരു സെന്റൻസ് മലയാളത്തിൽ പറയാണ്, ഇംഗ്ലീഷിൽ പറയാനാണോ സർ പറയുന്നത്? ഇതല്ല. അലീമയുടെ മകൾക്ക് SSLCക്ക് ഫുൾ A+ കിട്ടി. അലീമക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അടിപൊളി ഫംഗ്ഷനൊക്കെ വീട്ടിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂട്ടത്തില് ഒരു സെലിബ്രേഷൻ പാർട്ടി വെച്ചിട്ടുണ്ട്. ആ പാർട്ടിക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ ക്ഷണിക്കുന്നു. ലെറ്റർ വഴിയാണ് ക്ഷണിക്കുന്നത്. ആ ലെറ്റർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അനു, അപ്പൊ അനു കഴിഞ്ഞാൽ വല്ലതൊന്നുമില്ല, ഒന്ന് നോക്കിക്കോ, ഒന്ന് സെറ്റ് ചെയ്തോ. 1-2 പേര് പറയണ കേൾക്കുമ്പോ സെറ്റ്. അനു, യു സ്റ്റാർട്ട്. സർ, ഞാനും കുറച്ചൊക്കെ എഴുതിയിട്ടുള്ളൂ. പറഞ്ഞാൽ മതി, കയ്യിൽ നിന്ന് പോട്ടെ. അത് എഴുത്തൊക്കെ വിട്ടേര്, മനസ്സിലെടുത്ത് പറഞ്ഞാൽ മതി. Okay. Dear Revati, I hope this letter finds you in great spirits. I am writing to invite you to a party because my son has passed SSLC with full A+. We are holding it at my house at 7 a.m. on Sunday. You know that he is not a bright student or a regular student, but I cannot dream of... Okay. നന്നായി. അവന് ബ്രൈറ്റ് സ്റ്റുഡന്റ് അല്ല, എന്നിട്ട് അവനെ വാങ്ങിച്ചു. ഓക്കെ, വെരി ഗുഡ്. കണ്ടിന്യൂ അനു. But I cannot dream of having his higher education. As you know, I have been really passionate about making him an IAS officer. I believe it will happen one day. It wouldn't be the same without you. So I really hope you can make it. We look forward to sharing this special occasion with you. Yes. Okay. അനു, വെരി ഗുഡ്. രേവതിനെ വിളിക്കുന്നത് കേട്ടോ, മാറ്റി വിളിച്ചോ, കുട്ടിയോ ആരും വിളിച്ചോ. പിന്നെ അതിനകത്ത് 2-3 കാര്യങ്ങൾ, 1-2 പോയിന്റ് കൂടെ അതിനോട് ഉൾപ്പെടുത്താമായിരുന്നു എനിക്ക് തോന്നിയത്. അതായത് ഇപ്പൊ IAS വന്നപ്പോ ഈ IAS തന്നെയാണ് രേവതിയുടെ മകനും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ് ബെസ്റ്റ് അക്കാഡമി, എവിടെ ചേർക്കണം, ഈ കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം, സജഷൻസ് ചോദിക്കാം അല്ലേ. രണ്ടാമത് വേറൊരു പോയിന്റോട് ചോദിക്കാമായിരുന്നു. അനുവിന് ഒരു എഡ്യൂക്കേഷൻ ലോൺ വേണം. രേവതിയുടെ ഭർത്താവ് ബാങ്ക് മാനേജറാണ്. അപ്പൊ അത് വരുമ്പോ പുള്ളിനെ കൂട്ടി വരണം. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ കുറച്ച് നേരത്തെ വരണം. ഫംഗ്ഷന് വല്ല തലേദിവസം തന്നെ പോര്, നമുക്ക് ആ കാര്യങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കഴിയാനുണ്ട്. ഞാനിതിപ്പോ തുറന്നു വിടുകയല്ലോ ഭൂതത്തിനെ. ഇതൊന്നും ഞാൻ മിണ്ടാതിരുന്നത് അറിയാമോ, നിങ്ങളുടെ ഭാവന പറ്റുന്ന വെച്ചിട്ടാണ്. ഓക്കെ അനു, ഹൗവർ അനു, യു ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. ഓക്കെ. യെസ്. ഷാജി PM ആരെങ്കിലും റെഡിയാണെങ്കിൽ പറഞ്ഞോട്ടെ, ഞാൻ പറയാൻ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കണ്ട. ഷാജി PM യെസ് വരൂന്ന് വിചാരിക്കാം. അലീസ? ഓക്കെ. അലീസയുടെ മകനാണോ മകളാണോ മൂത്തത്? മകള്. അപ്പൊ ഇവിടെ ഇതുവരെ പറയാത്തൊരു സംഗതി, ആരും എന്റെ മകൻ എന്റെ മകൾ എന്നാ പറഞ്ഞുള്ളൂ, പേര് പറഞ്ഞില്ലായിരുന്നു. വേണമെങ്കിൽ പേര് പറയാം. യെസ്, ഓക്കെ. ഈ ഇവിടെ ഇരിക്കുന്നവരുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കോളേജിൽ പഠിച്ചൊരു ഇന്റിമേറ്റ് ഫ്രണ്ടിനെ വിളിച്ചോ. നിങ്ങൾ കോളേജിൽ പഠിച്ചൊരു അന്ന് നിങ്ങൾ കണ്ട ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. അലീസക്ക് അലീസയുടെ മകനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവും. ഇതിനു മുമ്പ് പഠിക്കാതിരുന്ന സമയത്ത് അലീസ മകനെ കുറിച്ച് വേവലാതിപ്പെട്ടിട്ടുണ്ടാവും ഈ കൂട്ടുകാരികൾ. കണ്ടോ, ഇങ്ങനെ കെടുക്കല്ലേ, സാഗരം പോലെ കെടുക്കണം. ഏത് പഠിക്കുവാണെങ്കിൽ ഉപയോഗിക്കോ, അത് ഇംഗ്ലീഷിലായാൽ കുഴപ്പമില്ല. ഓക്കെ അലീസ, വിത്ത് പ്ലഷർ. ഫ്രണ്ട് പേരില്ലാത്തത് കൊണ്ട് പേര് പറയുന്നില്ല. പണ്ട് കൂടെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഡിയർ ജോമിയ, ഹൗ ആർ യു? ഐ മിസ് യു സോ മച്ച്. ഓക്കെ. അല്ലെ, പെട്ടെന്ന് വിഷയത്തോട്ട് വരണ്ട. I hope you
I hope you and your family are doing well. വെരി ഗുഡ്. I have അവിടെ സുഖമെന്ന് കരുതുന്നു. നല്ല ഓക്കെ. I have very happy news to share with you. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനൊരു സന്തോഷകരമായ വാർത്ത നിന്നുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. My daughter Ivana passed her SSLC exam with full A+. My heart is full of joy and pride. Yes, okay. അത് കറക്റ്റായിട്ട് പറഞ്ഞു. നേരിട്ട് അങ്ങനെ കടക്കാതെ ആദ്യം തന്നെ യുവാനെ ഒന്ന് പറയും. എടാ നിനക്ക് എന്റെ മോള് യുവാനെ അറിയാലോ. യു നോ മൈ ഡോട്ടർ ഇവാന. അങ്ങനെ കടക്കല്ലേ. കടക്കിനേക്കാൾ മുമ്പ് ഒരു ബിൽഡപ്പ് കൊടുക്കും. ഇവാനെ കുറിച്ചൊരു ബിൽഡപ്പ് കൊടുക്കും. കൊടുക്കും കയ്യിൽ നിന്ന്. യു നോ മൈ ഡോട്ടർ ഇവാന. You know daughter. You know her very well. And കഴിഞ്ഞ പ്രാവശ്യം നീ വന്നപ്പോൾ കണ്ട് സംസാരിച്ചതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം മനീഷിന്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ ഇവരായിട്ട് മകളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. യെസ്, അങ്ങനെ തന്നെ പറയണോ? പോട്ടെ. അത് ഞാൻ കയ്യിൽ നിന്ന് പെട്ടെന്ന് വരുമ്പോൾ ചിലപ്പോ കയ്യിൽ നിന്ന് പോയി വെച്ചിട്ടാണ്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ വേറൊരാൾക്ക് അത് അഡോപ്റ്റ് ചെയ്യണ്ട. അങ്ങനെ പറയാം. എന്റെ മകൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പെട്ടെന്ന് പറയണ്ടേ. ഒരു ബിൽഡപ്പ് കൊടുത്തിട്ട് പറയാൻ പോകുന്നു. യെസ്, ഓക്കെ, കണ്ടിന്യൂ. ഞാൻ എഴുതി തന്നെ പറയട്ടെ. പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ഞാനത് തത്സമയം അലീസ് എന്തൊക്കെ ആഡ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. മലയാളം പറയുമ്പോ നമുക്ക് പെട്ടെന്ന് അതിന്റെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ച് പാടും. Okay, continue, Alice. No problem. When I saw her result, I remembered our SSLC days. Do you remember how we studied together, shared books, and prayed before exams? We were so scared and excited at the same time. Those school days were very precious. അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. എന്റെ മകന്റെ SSLC വന്നപ്പോഴാണ് നമ്മൾ SSLC പഠിച്ച കാര്യം ഓർമ്മ വന്നത്. അത് കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് നല്ലൊരു കണ്ടുപിടുത്തമാണ് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ് ഇമാജിനേഷൻ. അടുത്ത രേവതിക്ക് വരാട്ടെ. രേവതി, ഗെറ്റ് റെഡി. We celebrated her success with a small grand party at Marriott Hotel. It was a beautiful and happy day for our family. I wished you were here with me. Please write back soon. I want to hear about you. Yes, very good, very good, very good, very good. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഫ്രണ്ട് വരുമ്പോ ചിലപ്പോ ഗിഫ്റ്റ് ആയിട്ടൊക്കെ വരൂലേ. വേണമെങ്കിൽ പറയുന്നെങ്കിൽ വേണ്ട, നീ വന്നാൽ മതി. യുവർ പ്രസൻസ് ഈസ് ദ പ്രസന്റ് ടു അസ്. നിന്റെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രസന്റ്. പിന്നെ വേണമെങ്കിൽ ഒന്നുകൂടി പറയായിരുന്നു, നീ ഒരു ദിവസം നേരത്തെ പോര്, നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഓർക്കാലോ. തലേ ദിവസം പോര് എന്ന് വേണമെങ്കിൽ ഒന്ന് പറയാൻ പറ്റും. അതല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ നടക്കുമ്പോ എനിക്കൊരു സപ്പോർട്ടായിട്ട് നീ വേണം. എന്റെ സിബ്ലിങ്സ് മൈ സിബ്ലിങ്സ് ആർ അബ്രോഡ്. അപ്പൊ അങ്ങനെയൊക്കെ ബിൽഡപ്പ് ചെയ്തോ. ഓക്കെ അലീസ, വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല വ്യക്തവും സ്പഷ്ടവുമായിട്ടാണ് അലീസ എഴുതിയേക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇമാജിനേഷനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പണ്ട് നമ്മൾ SSLCക്ക് പഠിച്ചത് ഓർമ്മയുണ്ടോ? യെസ്, അതങ്ങനെ പറഞ്ഞല്ലേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. രേവതി കഴിഞ്ഞാൽ നയനയിലോട്ട് വരാം. നയന, യു ഗെറ്റ് റെഡി. രേവതി, യു സ്റ്റാർട്ട്. Dear friend Anu, today I am very happy to inform you that my son got full A+ in SSLC public exam. I can't believe that he got full A+ because he is not a bright student, and my family members are so excited. I hope you are. രേവതിക്ക് മകനെ എന്താക്കണമെന്നാണ് ആഗ്രഹം? രേവതിയുടെ ആഗ്രഹം മെഡിസിൻ അയക്കണമെന്നാണ്, എഞ്ചിനീയറിംഗിന് അയക്കണമെന്നാണ്, IAS ഓഫീസർ. ഇവിടെ ഒരു IAS നമ്മുടെ അനു പറഞ്ഞപ്പോ IAS പറഞ്ഞില്ല. ഇത് പറഞ്ഞാൽ എന്താണ് മനസ്സിലുള്ള ആഗ്രഹം? അല്ലെങ്കിൽ വേണ്ട, എന്റെ മകന്റെ ആഗ്രഹം ഇന്നതാണെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമില്ല. അവൻ എന്താണോ അവൻ താല്പര്യം അതാക്കാനാണ്. ഓക്കെ ഓക്കെ, നമ്മളിതൊക്കെ ഒരു ഇമാജിനേഷൻ ആണല്ല. മകൻ പറഞ്ഞൊരു ആഗ്രഹം, അതൊന്ന് പറഞ്ഞു. അവന്റെ ആഗ്രഹവും പറഞ്ഞു. അത് പറയാം. പോലീസ് ആവാൻ ഇഷ്ടം. Yes, his desire to become a police officer. Okay, very good, very good. കഴിഞ്ഞോ?
യെസ്, ഓക്കെ ഓക്കെ. ചിലപ്പോൾ രേവതിക്ക് ഇവിടെ കസ്റ്റമർ ആരെങ്കിലും വന്നിട്ടുണ്ടാവും. ഓക്കെ രേവതി, യു ഹാവ് ഡൺ ഇറ്റ് വെൽ. യെസ്, Continue. ഓക്കെ ഓക്കെ ഓക്കെ. ആ പറഞ്ഞോ. I hope you are fine. And what about your children's studies and your Yes. family? And how is your dear pet Singu? ഓ വെരി ഗുഡ് വെരി ഗുഡ്. September. We would like to organize a grand party in Hotel Taj, and we invite you and family for the party in Taj on coming Sunday. I want to discuss more about teaching because it's ambitious to become a teacher. We know Yes. your husband is a good teacher and has so many years of experience in teaching. We expect Yes. you and your family members in this occasion. Yours faithfully, yours lovingly, friend. യെസ്, കൊള്ളാം കൊള്ളാം രേവതി. ഈ കുറച്ച് സമയം കൊണ്ട് ഇത്രയൊക്കെ പറഞ്ഞ് റെഡിയാക്കിയില്ലേ? നുണയാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. യെസ്, ഇത്രയും നുണയൊക്കെ ചിന്തിച്ച് കൂട്ടിയില്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ രേവതി, ഭാവിയുണ്ട് രേവതി കേട്ടോ. യെസ്, ഓക്കെ 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 ഓക്കെ. നയന, ആർ യു റെഡി? നയന എൻ. Yes, sir. സാഹിലത്തെ, യു ഗെറ്റ് റെഡി. Dear Nima, hope you and your family going well. I writing this letter for inviting a party to another To a party. Yes. daughter, Anaya. Yes. I did not expect this result because her last model exam she did not perform well. Very good. Actually, me and ഓക്കെ ഓക്കെ. അതായത് ലാസ്റ്റ് മോഡൽ Actually- എക്സാമിനേഷൻ അവള് മെച്ചമായിരുന്നില്ല. അത് കറക്റ്റ് പറഞ്ഞു. വെരി ഗുഡ് വെരി ഗുഡ്. അത് നല്ലൊരു പോയിന്റ് ആണ് നയന. ആരും പറയാത്തൊരു പോയിന്റ്. വെരി ഗുഡ് വെരി ഗുഡ്. കണ്ടിന്യൂ. actually me and my husband have a bet for this. Sorry, my husband did a bet. He said she will not get full A plus, but I have full confidence with her and I win this bet. യെസ്. Then I inviting you and your family to this party. The party conducting on 14th March at Hotel Hills. I expecting Yes. you and your family present on here. യെസ്. ഓക്കെ That's നയന, it, sir. വെരി ഗുഡ് വെരി ഗുഡ്. ആരും പറയാത്തൊരു സംഗതി പറഞ്ഞു. ഞാനും എന്റെ ഭർത്താവും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു പന്തയം ഉണ്ടായിരുന്നു. അത് ഇതുവരെ ആരും പറഞ്ഞില്ല. അത് നയനയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഭർത്താവ് പറഞ്ഞിരുന്നു Thank you, sir. ഫുൾ എ പ്ലസ് കിട്ടില്ല എന്ന്. ഓക്കെ നയന, ഞാൻ പറഞ്ഞു ഫുൾ എ പ്ലസ്. അപ്പൊ ഐ വൺ ദി ബെറ്റ് വിജയിച്ചത് ഞാനാണ്. അതുപോലെ നിങ്ങൾ സ്വന്തമായിട്ടൊരു സംഗതി കണ്ടുപിടിക്കും. ആരും പറയാത്തൊരു സംഗതി നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, അത് നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ ഭാവനയാണ്. ഓക്കെ ഷാഹിലത്തെ കണ്ടിന്യൂ. അത് ഷാഹിലത്തെ, ആർ യു റെഡി? Yes, sir. ഷാഹിൽ. ഓക്കെ ഓക്കെ. ഐഷ റൈഫ, യു ഗെറ്റ് റെഡി. ഓക്കെ, പറഞ്ഞോളൂ ഷാഹിലത്തെ. My dear Naina, this is inform a happy news. My daughter got a full A plus in SSLC examination. I am very happy and my family very very happy. A function arranged in my house in 10th May 8 p.m. I invite Yes. you and your family members. I want a gift for my daughter. I hope Yes. you and your family hope well. What about your son result? Your present is a I hope you and your family present on here. That's all, sir. അപ്പൊ ദാറ്റ് ഈസ് ഓൾ. ഓക്കെ, വെരി ഗുഡ്. കത്ത് കൺക്ലൂഡ് മൈ ലെറ്റർ. കൺക്ലൂഡ്. ഓക്കെ, വെരി ഗുഡ് ഷാഹിലത്തെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇതിനകത്ത് ആരും പറയാത്തൊരു സംഗതി, മറ്റാരും പറഞ്ഞതൊക്കെ ഒരു കാര്യം ഷാഹിലത്ത് വേറെ ആരും പറയാത്തത് പറഞ്ഞു. വാട്ട് അബൌട്ട് യുവർ സൺസ് റിസൾട്ട്? നിന്റെ മകന്റെ റിസൾട്ട് എന്തായി? യെസ്, ഇവിടെ ഫുൾ എ പ്ലസ് കിട്ടി. നിന്റെ മകന്റെ റിസൾട്ട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ കുട്ടിയുടെ റിസൾട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷാഹിലത്തിന് അറിയാമായിരുന്നു അവിടുത്തെ കുട്ടിയും SSLC പഠിക്കുന്നത്. വാട്ട് അബൌട്ട് ദാറ്റ്? യെസ്, വെരി ഗുഡ് ഷാഹിലത്തെ. കുറച്ചും കൂടി
പണ്ടൊക്കെ ചേർക്കാമായിരുന്നു കേട്ടോ. നേരിട്ട് അങ്ങനെ സാഹിത്യ വിഷയത്തോട്ട് കിടന്നു. കിടക്കാതെ ഒന്ന് റൗണ്ട് അപ്പ് ഒക്കെ ചെയ്ത് ആ പരിസരത്ത് കൂടെയൊക്കെ ഒന്ന് വന്ന് എന്തൊക്കെയാണ് വിശേഷം അതൊക്കെ ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പ് കണ്ടപ്പോൾ ഉണ്ടായ ഒരു സംഗതി വേണമെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറയാം നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ നീ പറഞ്ഞ കാര്യമില്ലേ, അത് സംസാരിച്ചു, അത് റെഡിയാക്കിയിട്ടുണ്ട്. ഞാനത് പിന്നീട് നേരിട്ട് വരുമ്പോ പറയാം. അങ്ങനെ സ്കോപ്പ് എടുക്കല്ലേ. യെസ്, ഓക്കെ. ശൈലത്ത്, യു ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. യെസ്, ഐഷ. Yes, sir. Okay, Aisha. Achu, you get ready. Okay. My dear Sahilat, what about you? You and your family members, how is your daughter study? This is info. My daughter got full A+ SSLC examination. I am very happy, and she's father is also very happy. I don't have full A+ my SSLC examination, but my daughter get full A+, so I am very happy, and I invite my our SSLC exam batch, so you will come. So we conduct a function in my home at next Monday at evening 4 o'clock. Hope you'll find that. Please come. കഴിഞ്ഞു സർ. കഴിഞ്ഞല്ലേ? ഓക്കെ. ഞാൻ പ്ലീസ് കം എന്നൊക്കെ പറയുമ്പോ എന്റെ കൂടെ വേറെ വല്ല ഇനി വരാനുണ്ടെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഐഷ പറഞ്ഞതിന് ഒരു ആരും പറയാത്തൊരു പോയിന്റ് ഐഷ അതിനകത്ത് കേട്ടിട്ടോ. എന്താണെന്നറിയാമോ, എനിക്ക് SSLCക്ക് ഫുൾ A+ ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്റെ മകള് ഫുൾ A+ മേടിച്ചു. അങ്ങനെ ഒരു സാധനം ആരും പറഞ്ഞിട്ടുണ്ടായില്ല. യെസ്, അത് ഇങ്ങനെ ഓരോരുത്തരുടെയും ഒരു വെറൈറ്റി കേട്ട് ഇതുവരെ ആരും പറയാത്തൊരു സാധനോട് കേട്ട് കേട്ടോ. അത് നിങ്ങളുടെ ഒരു ടാലന്റ് ആണ്. എന്റെ I did not get a full A+ in SSLC examination, but my daughter got a full A+ in examination. Okay, Aisha, your imagination is very good, very good, very good. ഇനി അത് ജീവിതത്തിൽ പറഞ്ഞതായിരിക്കും അല്ലേ? ഇല്ല സാർ, എന്റെ മോളിപ്പം സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയതേ ഉള്ളൂ. പിന്നെ ഇന്നലെ സ്കൂൾ ഫംഗ്ഷൻ ആയിരുന്നു, ആനിവേഴ്സറിക്ക് ക്ലാസ് ടോപ്പർ അവാർഡ് മോൾക്ക് കിട്ടി. അപ്പൊ സ്റ്റേജിൽ എന്നെയും കൂടെ വിളിച്ചാണ് അവര് തന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു സാർ. എടുത്ത് അതാണ് ഞാൻ ആലോചിച്ചത്. സാർ ഇന്ന് അതേ എടുത്തല്ലോ. ഞാൻ ഇന്ന് വന്ന വഴിക്ക് ഇന്ന് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന വിഷയം മനസ്സിൽ വിചാരിച്ചു, വേണ്ട ഇത് മതി എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ മനസ്സുകൊണ്ട് ഞാൻ കണ്ടു ഐശ്വര്യ അവാർഡ് ഇത് കയറിയിരിക്കുന്നത്. നോക്കിയേ, ഇത് SSLCക്ക് കൂടി വരും, പേടിക്കണ്ട. ഡിഗ്രിക്ക് വരും. പിന്നെ 4 വർഷം കൊണ്ട് അവളെ സ്കൂളിൽ ഇംഗ്ലീഷ് സ്പീച്ചിന് ഇത് ഫംഗ്ഷൻ ഇത് ചെയ്യുമ്പം അവളാണ് ഈ 4 വർഷം ആ അവാർഡ് എന്റെ മോളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇന്നലെയും കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, പിള്ളേരൊക്കെ ഡെവലപ്പ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് വിടണം, അവര് കയറി പോട്ടെ. യെസ്, ഓക്കെ, 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 ഓക്കെ. അപ്പൊ അലീമിലോട്ട് വരട്ടെ. അലീമ, യു ഗെറ്റ് റെഡി. ശേഷം കേട്ടോ. ഓക്കെ, അച്ചു, യു സ്റ്റാർട്ട്. Dear friends, I am very happy to know that you have scored 100% mark. I am proud of you. A warm welcome to Shabina. Yes. I hope you are SSLC examination party in Monday. Our auditorium is resort for Kattapana at 10:30. Yes. And you can easily compete in any career of your choice. I am sure you will get a scholarship. Yes. The institution that offers this course also provides 100% placement guarantee. Yes. See you soon. Can we my regards and uncle and auntie? You are faithful Aishwarya. Yes. Very good, very good, very good, very good. Okay, അച്ചു ഫുൾ A+ എന്നുള്ളത് 10% ആയിരിക്കും. കുഴപ്പമില്ല, ആരും പറയാത്തൊരു സംഗതി പറഞ്ഞു. ഫുൾ A+ എന്ന് പറയുമ്പോ 90% വരുള്ളൂ, അല്ല
ഫുൾ മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Thank you, പിന്നെ sir. ആരും പറയാത്തൊരു കാര്യം കൂടി പറഞ്ഞു. പ്ലീസ് കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ആന്റി ആൻഡ് അങ്കിൾ. നിന്റെ ആന്റിയെയും നിന്റെ അങ്കിളിനെയും എന്റെ അന്വേഷണം അറിയിച്ചായിട്ട് പറയണം കേട്ടോ. അത് ആരും പറയാതെ ഇന്നൊരു സംഗതി പറഞ്ഞു. യെസ്, ബാക്കിയുള്ളവർക്ക് ഓഡിറ്റോറിയം പറഞ്ഞപ്പോ അച്ചുവോടൊപ്പം റിസോർട്ടിൽ കട്ടപ്പനയിലെ റിസോർട്ടിലോട്ട് പോയി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഷാജി PM, ഷാജി. യെസ്, ഷാജി പോയല്ലേ, ഒരു വിചാരിക്കാം. എപ്പൊ അലീമ പറയുന്നു ജോസ്മി യു ഗെറ്റ് റെഡി കേട്ടോ. ജോസ്മി ഗെറ്റ് റെഡി. Dear Tara, I hope you and your family are fine there. I have not been written a letter for you so far. How is your job in Bangalore? Is it going well? And how is your strict boss? Is he kind now? I have left my job on my last pregnancy. See, Tara, actually, this letter is to invite you to a party to celebrate my daughter Ifa's SSLC result. She has passed with full mark and has A+ in all subjects. I have never imagined she could have done this. Hope you and your family will reach here soon for this party on 7th February. Yours sincerely, Halima. യെസ്, കൊള്ളാം അലീമ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിനകത്ത് അലീമ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആരും പറയാത്ത പറഞ്ഞിട്ടുണ്ട്. സോ നിന്റെ പക്കൽ നിന്ന് ഒരു കത്ത് കിട്ടിയിട്ട് എത്രയോ നാളായി അല്ലെ, റീസെന്റ്ലി അല്ലെ, അതാരും പറയാത്തൊരു സംഗതി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അലീമ ആർക്കാണോ താരക്ക് എഴുതിയ കത്ത് തമ്മില് ഇന്റിമസി ഉണ്ടായിരുന്നു കുറച്ചാളായിട്ട് കത്ത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ് യുവർ ഒബ്സർവേഷൻസ്. പിന്നെ ഈ ഫ്രണ്ട് എവിടെയാണെന്ന് കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷെ അലീമ പറഞ്ഞു യു ആർ വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ. വാട്ട് അബൌട്ട് ദയർ? യെസ്, ഓക്കെ അലീമ, ദാറ്റ് ഈസ് ആൾസോ എ ഗുഡ് ഇമാജിനേഷൻ. പിന്നെ എനിക്ക് തോന്നി വേറെ ഇമാജിനേഷൻ ഇല്ലാത്ത, ഐ നെവർ ഇമാജിൻ ദാറ്റ് മൈ ഡോട്ടർ വിൽ ഗെറ്റ് ഫുൾ A+. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്റെ മകൾക്ക് ഫുൾ A+ കിട്ടുന്നത്. ഓക്കെ അലീമ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യു ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. യെസ്, ഓക്കെ, 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 ഓക്കെ. ജോസ്മി, യു പ്ലീസ് കം. My dear friend Dincy. Aditya, you get ready. Okay. Now. My dear friend Dincy, are you happy now? I am happy to share a proud moment with you. My son has successfully passed the SLC examination full A+. To this moment, we have arranged a small get-together in my home in Wednesday at 10 a.m. You remember to our school days. I invite you and your family to join us and share our happiness. Yes. അതോളോ ജോസ്മിൻ, അധികമുണ്ടോ കൂട്ടുകാരിയോട് പറയാൻ? You must come to function. Miss you, my dear friend. Yes. ഇത്രേ ഉള്ളൂ. ഓക്കെ, ബാക്കി നേരിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് ചുരുക്കുന്നു. ഓക്കെ, എന്ന് സ്വന്തം ജോസ്മി ജോർജ്. ഓക്കെ ജോസ്മി, നന്നായിട്ട് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ബാക്കിയുള്ളവരൊക്കെ മൈ സൺ ഗോട്ട് ഫുൾ A+ എന്ന് പറഞ്ഞു. പക്ഷെ ജോസ്മി പറഞ്ഞു ഐ ആം ഗോയിങ് ടു ഷെയർ എ പ്രൗഡ് മൊമെന്റ്. വളരെ അഭിമാനമുള്ളൊരു നിമിഷത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാം. ഇതല്ല, കുറച്ചുകൂടി വേറൊരു വേർഡ് ഉപയോഗിച്ച് പറഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ സ്മോൾ പാർട്ടി എന്ന് പറഞ്ഞപ്പോ ജോസ്മിയെ ഗെറ്റ് ടുഗദർ ആക്കി. നമ്മുടെ പഴയ കാലത്തുള്ള ഓർമ്മകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. മറ്റേ താര വരണം, നമ്മുടെ പഴയ ചങ്ങാതിമാരൊക്കെ ഇല്ലേ, മറ്റവര് അവരിവരൊക്കെ രേവതി, അലീസ, അച്ചു, എനിക്ക് അവരൊക്കെ വിളിച്ചിട്ടുണ്ട്, അവരും വരും. യെസ്, അപ്പൊ നമുക്കൊരു ഗെറ്റ് ടുഗദർ ആക്കി മാറ്റുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാമായിരുന്നു അല്ല, വഴികളൊക്കെ ധാരാളം നമുക്ക് കിടപ്പുണ്ടായിരുന്നു. യെസ്, ഓക്കെ. ജോസ്മി, യു ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത ഇല്ലട്ടാ. നിങ്ങളൊക്കെ വേറെ ലെവലാണ്, ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളുകളല്ല അല്ലേ? രേവതി, ആദിത്യ, ആർ യു റെഡി? ഓക്കെ, ഒരു മിനിറ്റ്. ഷീന, ടോമി, get ready. Okay. My dear Revati, I will share that your son has secured a full A+ in this year SLC examination. To celebrate his hard work and this wonderful milestone,
We are hosting a small gathering out at our home. When I heard this news, you were the first person I wanted to tell, so you must come to our house the day before the function. I didn't expect my son to achieve such a great success because he achieved this in spite of many difficulties. യെസ്. ഇനിയുണ്ട് ആദിത്യ, നന്നായിട്ട് പറഞ്ഞല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. Thank you, sir. യെസ്. ഓക്കെ ആദിത്യ, വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ 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 ഓക്കെ. പല പല സംഗതികൾ ഒരു നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. യെസ്. ഓക്കെ 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 ഓക്കെ. മൈ സൺ ഗോട്ട് എന്നുള്ളതിന് പകരം സെക്യൂർഡ് എന്നായിരിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അത് നല്ലൊരു ഇതാണ്. വേറെ ആരും പറയാത്ത കാര്യം പറഞ്ഞ് ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഹിസ് ഹാർഡ് വർക്ക്. അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഇറ്റ് ഈസ് എ മൈൽ സ്റ്റോൺ. മൈൽ സ്റ്റോൺ ഇതൊരു നാഴികക്കല്ലാണ്. ഓക്കെ, അങ്ങനെയുള്ള നല്ല നല്ല വാക്കുകളൊക്കെ ആദിത്യയുടെ പക്കൽ നിന്നുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആരും പറയാത്തത് ഇത് ആരും പറയാത്തതാണ്. പക്ഷെ ഇതിനകത്ത് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞു, റിസൾട്ട് അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് നിന്നെ അറിയിക്കുക എന്നുള്ളതാണ്. യെസ്, അത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഭാവന ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ. when I knew the result, my first thought was to inform you. നിന്നെ ആദ്യം അറിയിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഓക്കെ, അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇൻസ്പൈറ്റ് ഓഫ് മൈ ഡിഫിക്കൽട്ടീസ്, അല്ല, ഇൻസ്പൈറ്റ് ഓഫ് മെനി ഡിഫിക്കൽട്ടീസ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ മകനുണ്ടായിരുന്നു. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്, ഈ വിജയം നേടിയത്. സോ ഇറ്റ് ഈസ് മൈ സൺസ് ഹാർഡ് വർക്ക്. ഓക്കെ ആദിത്യ, വെറൈറ്റി ഉണ്ടായിരുന്നു, നല്ല സ്റ്റൈലായിട്ട് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഷീന ടോമി, ആർ യു റെഡി? സാർ പനിയായിട്ടിരിക്കുവാണ്, ഞാൻ ടീച്ചറോട് കഴിഞ്ഞിട്ട് പറയാമേ. ഓക്കെ 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 ഓക്കെ. അത് നമുക്ക് രഞ്ജിനോട്. രഞ്ജിനി, ആർ യു റെഡി? ഓക്കെ, രഞ്ജിനി പറയുന്നു. നികിത, യു ഗെറ്റ് റെഡി. ഓക്കെ, രഞ്ജിനി പറഞ്ഞു. Okay. My dear Ashwati, I hope you are well. I am also very fine. I would like to inform you that my son Arush has got full A+ in SSLC. We all are very happy and excited in this beautiful moment. Actually, I don't expect full A+ for him, but by God's grace, he has won SSLC with full A+. So we are arranging a surprise party for him. I am inviting you with family to participate in this function on 25th May at 6:30 p.m. at Santom Hall nearby my home. I would be very happy if you attend this function. Your presence will make it truly unforgettable. Yours, Ranjini. Yes. Oh, Ranjini. Standard ആയിട്ട് പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. യെസ്. നിങ്ങൾക്ക് വേറെ ലെവലാണ് അല്ലേ? രഞ്ജിനിക്കൊക്കെ ശരിക്കും ആലോചിക്കാൻ സമയം കിട്ടിയല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Thank you. ഓക്കെ 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 ഓക്കെ. ഐ ആം ഓൾസോ വെരി, വേറെ ആരും പറയാത്തതുപോലെ നിനക്ക് അവിടെ സുഖമാണ് എന്ന് ചോദിച്ചു. പല ആൾക്കാരും ചോദിച്ചു, പക്ഷെ നിനക്ക് അവിടെ സുഖമാണോ? എനിക്കും ഇവിടെ സുഖമാണ്. ഐ ആം ഓൾസോ വെരി ഫൈൻ എന്ന് രഞ്ജിനിയുടെ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഓൾസോ വെരി, ഇറ്റ് വാസ് ആൻ എക്സൈറ്റഡ് മൂമെന്റ്. അത് നല്ല പ്രയോഗമുണ്ട്. വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു നിമിഷമാണ്. പ്രൗഡ് മൂവ്മെന്റ് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞ ആൾ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോ എക്സൈറ്റഡ് മൂവ്മെന്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. പിന്നെ പറഞ്ഞു വെച്ചു, ഇറ്റ് ഈസ് ബൈ ഗോഡ്സ് ഗ്രേസ്. ഓക്കെ 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 ഓക്കെ. നല്ല നല്ല പദപ്രയോഗങ്ങളായിരുന്നു രഞ്ജിനി. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. നികിത, ആർ യു റെഡി? രണ്ടുപേരും കൂടി ഉണ്ടോ? നമുക്ക് ഫിനിഷ് ചെയ്യാം. നികിത രാജ്. ഓക്കെ പറഞ്ഞ. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. സ്വപ്ന വിനോദ്, യു ഗെറ്റ് റെഡി. സാറേ ഞാൻ പറയാം. അല്ല, ഗെറ്റ് റെഡി. കടയിലാരുണ്ട്? എന്നാ സാറേ ഇപ്പൊ ഫ്രീ ആയത് കൊണ്ടാണോ? അന്ന് ഞാൻ എഴുതുമായിരുന്നു, അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് എഴുതുമായിരുന്നു. അത് എഴുതിക്കോ എഴുതിക്കോ എഴുതിക്കോ. നികിത എഴുത്താറ് ഫിനിഷ് ചെയ്തോ? ഓക്കെ ഓക്കെ ഓക്കെ. നികിത, യു സ്റ്റാർട്ട്. My dear Alisa, this is inform for you. We are conducting a party 24 April at 6 p.m. in front of our house.
because my son got a full A plus in SSLC examination. Our family all very proud. My son Abel, and we gave him a surprise party because before examination time he didn't study very well. That time I am very worried about him. Too much time spending playing, and his hobby is music. That's why he's studying a little time. And after examination result coming day, I am very tensioned. He is very cool, and result is full A plus. That very surprising for me. And sorry. And this function is very special for him. A special guest also coming in singer Vidhu Pratap because he likes music, and we give a special gift for him. I hope you, Alisa, you and your family all coming together and enjoy our party. Yes. That's Oh, okay, Nikita. നികിത ഞെട്ടിച്ചു കളഞ്ഞു അല്ലേ? ഇത് ഇങ്ങനെ ശരിയായോ സാറേ? തെറ്റുകളുണ്ട് കുറെ. നികിത ഇങ്ങനെ വിചാരിച്ച് ടെൻഷൻ ചെയ്യിക്കുന്നു. ഞാൻ ഈ എഴുതി വെച്ചേക്കണ ആരെങ്കിലും പറയോ വിധു പ്രതാപ് കയറി വേറെ വരുമോ? ഞാൻ വിചാരിച്ചിരുന്നു ഗസ്റ്റിന്റെ കാര്യം ആരെങ്കിലും പറയും. യെസ് അത് ആരും പറ്റൂല. ആരും പറയാത്ത ഒരു പോയിന്റ് ആണ് നികിത അത് പറഞ്ഞത്. ആരുടെ മനസ്സിലത് വന്നിട്ടുണ്ടായില്ല. ഇത് നോക്കിയാൽ നല്ല രസകരമായിട്ട് പറഞ്ഞു. ഈ പരിപാടിക്ക് ഞാനൊരു ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്, ഒരു മുഖ്യ അതിഥി വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മൈ സൺ ഈസ് വെരി ഫോണ്ട് ഓഫ് മ്യൂസിക്. ഞാൻ വിളിച്ചിരിക്കുന്ന ആരെയാണ്? വിധു പ്രതാപിനെയാണ്. ഓക്കെ, ആ ഇമാജിനേഷൻ വെരി ഗുഡ്. അപ്പൊ എന്നെ കാരണം കണ്ടെത്തി, എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളതിന്റെ കാരണം കണ്ടെത്തി. പിന്നെ അതിന്റെ സറൗണ്ടിങ്സ് ഒക്കെ നന്നായിരുന്നു കേട്ടോ. ബിഫോർ എക്സാമിനേഷൻ ഹി ഡിഡ് നോട്ട് സ്റ്റഡി വെൽ, നന്നായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നില്ല. ഐ വാസ് വെരി ടെൻഷൻഡ്. ഹി വാസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഹി വാസ് ഇൻ മ്യൂസിക്. അതൊക്കെ നല്ല രസകരമായിരുന്നു. ഐ വാസ് വെരി വറീഡ്. നൗ ഐ ആം വെരി ഹാപ്പി. യെസ്, ഓക്കെ. അത് ഞങ്ങൾക്ക് അത് കാണാൻ പറ്റും നികിത, യുവർ ഇമാജിനേഷൻ. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇതൊക്കെ നല്ല ഇമാജിനേഷൻ ആണ്. നമ്മൾ പറയുന്നു, ബാക്കി നിങ്ങൾ ബാക്കി അങ്ങോട്ട് എങ്ങനെ വേണം എന്നുള്ളത് ചിന്തിക്കാം. യെസ്, ഇന്നാണ് സിറ്റുവേഷൻ. അതായത് മറ്റേ ഇങ്ങനോട് ഗിരീഷ് പുത്തഞ്ചേരിയോട് മറ്റേ നന്ദന സിനിമയുടെ ഡയറക്ടറാണ്, ഞാൻ മറന്നുപോയി കേട്ടാ. അദ്ദേഹം ആ പാട്ട് എഴുതാൻ പറഞ്ഞപ്പോ ഗിരീഷ് പുത്തഞ്ചേരിയോട് ഒരു കാര്യം പറഞ്ഞു, സ്വർണത്തിന് നിറമുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അതുപോലെ ആയിരിക്കും പനികൾ എന്ന് പറഞ്ഞു. എന്നുവെച്ചാല് സ്വർണത്തിന് പഞ്ഞിന്റെ പിന്നെയുണ്ട്, അതിന് നിറം ഇത് കൂടിയുണ്ട്, സ്മെല്ല്, സുഗന്ധം കൂടി വന്നാൽ എങ്ങനെയായിരിക്കും. അപ്പൊ അതും കൂടി കണക്കിലെടുത്താണ് പുള്ളി ആ ലാസ്റ്റ് പാട്ട് എഴുതി. യെസ്, എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇമാജിനേഷൻ, എല്ലാവരുടെ ഇമാജിനേഷൻ ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു വെറൈറ്റി. ഓക്കെ, സ്വപ്ന അവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അല്ലേ? ടെൻഷനാണ് സാറേ, ഞാൻ എഴുതുമായിരുന്നു. ഓക്കെ, ഞാൻ പറയാം. കറക്റ്റായല്ല, തെറ്റൊക്കെ ഉണ്ടേ. ഓക്കെ, my dear friend. Okay. My dear friend Devadi, to know, I hope you are fine there. I also fine here. 2 times I wrote a letter to you. Why did not you reply for that? Anyway, how is your family and children? I think your grandparents also doing well. What about your friends and relatives? Tell my love regards to all of them. Devadi, I want to tell an important thing. I'm happy to say that my daughter Donna passed BSc Nursing in first rank at Care College in Hyderabad. I and my husband decided to make a party here in the Kumaram Resort on April 12th at 7 p.m. So I invite you and your family to come on that special day with us. Surely I will expect you and your family. I'm stopping this letter with lots of love by your friend Swapna.
മാത്രമേ ബാക്കി കുഴപ്പമൊന്നുമില്ല. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. വിത്ത് ലോട്ട്സ് ഓഫ് ലവ് അല്ലേ? വാട്ട് അബൌട്ട് യുവർ ഫ്രണ്ട്സ്? യെസ്, ദാറ്റ് ഇസ് ഗുഡ്. ഓക്കെ 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 ഓക്കെ. കുമരകത്താണ്, ആലപ്പുഴയിലാണ്. ആലപ്പുഴ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. സ്വപ്ന, നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇത്ര സ്പീഡ് വേണ്ട, ഇത്തിരി സ്പീഡൊന്നും കുറച്ചിട്ട് സന്തോഷം കൊണ്ട് സ്വപ്നക്ക് ഒറിജിനല് അങ്ങനെ വിചാരിച്ചു പറഞ്ഞാണ് അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. ഷാജി പി എം. യെസ്, ഷാജി പി എം നേരത്തെ വന്നു പോയതാണ്. ഓക്കെ, അപ്പോ ഞാൻ ആദ്യമേ തന്നെ ഒരു താങ്ക്സ് പറയുന്നത് ഇപ്പൊ കണ്ടതിൽ എല്ലാവരും പറഞ്ഞു. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. ആരും ഇതിന്റെ നമുക്ക് ഒരാളെ പിന്നെ പറയാന്ന് പറഞ്ഞ ഷീന ടോമി അല്ലേ? ഷീന ടോമി. സാറേ എനിക്ക് പനി ആയതുകൊണ്ട് പറ്റുന്നില്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞോളാം. പ്രോബ്ലം, നോ പ്രോബ്ലം, ഞങ്ങൾക്ക് മനസ്സിലാവും, നോ പ്രോബ്ലം. യെസ്, ഇനി ഞാനിപ്പോ പറഞ്ഞേക്കണവരോട് ചോദിക്കുകയാണ്. പിന്നീട് പറഞ്ഞു കേട്ടപ്പോ ഓക്കെ ഷാജി, നോ പ്രോബ്ലം. പിന്നീട് ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോ വീണ്ടും നിങ്ങൾക്ക് ഉൾപ്പെടുത്തണമെന്ന് തോന്നിയ എന്തെങ്കിലും പോയിന്റ് ഉണ്ട്? 1-2 പോയിന്റ് വേണമെങ്കിൽ ലീമ ഇന്ന കാര്യം കൂടി അല്ലാതെ ചേർക്കാൻ അങ്ങനെ തോന്നി അല്ലെങ്കിൽ രേവതി ഇന്ന പോയിന്റ്. യെസ്, അത് പലരും പറഞ്ഞപ്പോഴാണ് അവര് പറഞ്ഞതല്ല, അതിന് വ്യത്യസ്തമായിട്ട് ഇന്ന കാര്യം ചേർക്കാമായിരുന്നു എന്ന് തോന്നി. I have, sorry, not I. We have planned a surprise gift that he was wishing for a long time. ഗിഫ്റ്റ് അവന് വേണ്ടി ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നൊരു ഒന്ന് ആഡ് ചെയ്യാമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ ഓക്കെ, അത് നല്ലൊരു പോയിന്റാണ് അനിയും പറഞ്ഞത്. അവൻ വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് അന്ന് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. കൂട്ടുകാരിയോടെ അതൊന്നും പറയാല്ല. യെസ്, കൊള്ളാം അലീമ, വെരി ഗുഡ് വെരി ഗുഡ്, ദാറ്റ് ഇസ് വെരി ഗുഡ്. അങ്ങനെ അരേവരി എന്താ കണ്ടുപിടിച്ചത്? അവൻ അബ്രോഡ് പോയി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് ഒരു അംബീഷൻ ആണ് അബ്രോഡ് പോയി പഠിക്കുക എന്നുള്ളത്. അതിനുള്ള എന്തെങ്കിലും ഒരു ചെയ്യാൻ ഞങ്ങൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ താല്പര്യപ്പെടുന്നു. അത് കൊള്ളാം, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതായത് വിദേശത്ത് പോയി പഠിക്കാനാണ് താല്പര്യം. ഹി വാണ്ട്സ് ടു ഗോ ടു സ്ഥലം പറയാം, ഇംഗ്ലണ്ട് ഓർ ജർമ്മനി. സോ അതിനെ കുറിച്ച് ചോദിക്കാം. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അതുകൂടി ഉൾപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ജർമ്മനിയിലോട്ട് ഇംഗ്ലണ്ടിലോട്ട് പോകുന്ന കാര്യം. ഓക്കെ, സ്വപ്നക്ക് എന്താ തോന്നി? ഞാൻ പറഞ്ഞോട്ടെ? യെസ്, പറഞ്ഞോളൂ. I didn't expect the result because she is my daughter and you know my SSLC result. I think she got my grade. I mistaked. She got her papa's potential and prove it. Oh, വേറെ ലെവലാണല്ലോ അലീസ. യെസ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാരണം അവിടെ എന്റെ മോളാണ്. പക്ഷെ അവൾക്ക് കിട്ടിയിരിക്കുന്നത് പപ്പയുടെ പൊട്ടൻഷ്യലാണ്. അത് രണ്ടും സംഗതിയാണ്. പൊട്ടൻഷ്യൽ കപ്പാസിറ്റി എന്ന് പറയും. പൊട്ടൻഷ്യലും ആക്ച്വലും പൊട്ടൻഷ്യലും രണ്ടാണ്. ആ വാക്ക് നല്ല കറക്റ്റാണ്, വെരി ആപ്റ്റ് വാക്കാണ്. നമ്മളൊരു ബൈക്ക് മേടിക്കുമ്പോൾ നമ്മളോട് പറയുന്നു ഇത് ബൈക്ക് 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ 50 കിലോമീറ്റർ ഓടും. നമ്മൾ ബൈക്ക് വാങ്ങുന്നു, 1 ലിറ്റർ പെട്രോൾ ഒഴിക്കുന്നു, ഓടുന്നു. 40 കിലോമീറ്റർ കഴിയുമ്പോൾ നിൽക്കുന്നു. അപ്പൊ നമ്മൾ കമ്പനി ചിലവ് 40 കിട്ടിയുള്ളൂ എന്ന് പറയും. അപ്പൊ കമ്പനിക്കാർ പറയുന്നു എത്ര വളവുണ്ടായിരുന്നു? വളവ് പാടില്ല, നേരെ പോണം. ഗിയർ എത്ര പ്രാവശ്യം ഡൗൺ ചെയ്തു? അതില്ലാണ്ട് നമ്മൾ ഓടിച്ചു കഴിയുമ്പോൾ അതങ്ങടെത്തും. 50 വരെ ടെസ്റ്റ് ചെയ്താണത്. അപ്പൊ 50 എന്നുള്ളത് അതിന്റെ പൊട്ടൻഷ്യലാണ്. യെസ്, ഓക്കെ, ആ വേർഡ് നല്ല രസമായിട്ടുണ്ട്. പിന്നെ യു ഹാവ് എ സെൻസ് ഓഫ് ഹ്യൂമർ ആൾസോ. യെസ്, അപ്പോ ഇന്ന് ഇതേക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് യുവർ ഇൻവോൾവ്മെന്റ് ദാറ്റ് വാസ് വെരി ഗുഡ്. ഞാനൊരു അരമണിക്കൂർ കൊണ്ട് തീരുമെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞ ശേഷം അജക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഗതിയിലൂടെ കടക്കാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. ഓക്കെ രഞ്ജിനി, ഓക്കെ 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 ഓക്കെ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വി വിൽ മീറ്റ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. നിങ്ങളുടെ പെർഫോമൻസ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ദാറ്റ് വാസ് സൂപ്പറായി. ഓക്കെ, കാരണം ആരും മാറിയിരുന്നില്ല. എല്ലാവരുടെ കയ്യിലും സംഗതി ഉണ്ടായിരുന്നു. അത് ഒന്നല്ലെങ്കിൽ ഒന്ന് അത് നിങ്ങൾക്കൊരു ആ ഒരു സംഗതി ഉണ്ടായിരുന്നു. യെസ്, ഐശ്വര്യമായിട്ട് തുടങ്ങി വെച്ച താരയുടെ ഐശ്വര്യം ഉണ്ട്. ഇനി എല്ലാ കാര്യങ്ങളും താര തന്നെ എല്ലാം കൂടെ തുടങ്ങിപ്പിക്കാം. കാരണം താരക്കുള്ള രാശിയാണ്. ഓക്കെ ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. അപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാണ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.
Okay. Thank you, sir. Okay.